Good morning. Last class we have properties of water. That property we familiarized. That is, water can dissolve substances. എന്താണ് അതിന്റെ അർത്ഥം? ജലത്തിന് വസ്തുക്കളെ ലയിപ്പിക്കാൻ സാധിക്കും, അതായത് അലിയിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ജലത്തിന് എല്ലാ സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു കാര്യം നമുക്ക് ഇന്ന് കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ചെയ്തിട്ട് കണ്ടുപിടിക്കാം. ടീച്ചർ ഇന്ന് ഇവിടെ കുറച്ച് ഗ്ലാസ്സുകളും ആ ഗ്ലാസ്സിൽ കുറച്ച് വാട്ടറും ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സബ്സ്റ്റൻസസും എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ഫസ്റ്റ് ടീച്ചർ ഇത് ഗ്ലിസറിൻ ആണ് എടുത്തിരിക്കുന്നത്. ഗ്ലിസറിൻ സാധാരണ നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് ഡ്രൈ സ്കിന്നിലൊക്കെ. അപ്പോൾ ഈ ഗ്ലിസറിൻ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കാം. ടീച്ചർ കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചു, വാട്ടർ ഉണ്ട്, വാട്ടർ ഒഴിച്ചു. നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. രണ്ടും കൂടി മിക്സായി. ഗ്ലിസറിനോ വാട്ടറോ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. ഇനി ടീച്ചർ കുറച്ച് മല്ലിപ്പൊടി, കൊറിയാൻഡർ പൗഡർ വാട്ടറിൽ മിക്സ് ചെയ്യാൻ പോവാണ്. കൊറിയാൻഡർ പൗഡർ ഫുള്ളായിട്ട് ഡിസോൾവ് ആവുന്നില്ല. കണ്ടോ, കുറേ തരിതരികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വി ക്യാൻ സീ പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ്, അല്ലേ? കുറച്ച് പദാർത്ഥങ്ങൾ അതിൽ മിക്സ് ചെയ്യാതെ കാണാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് വാട്ടറിൽ സോൾട്ട് മിക്സ് ചെയ്ത് നോക്കാം. കുറേ നേരം ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ സോൾട്ട് കാണില്ല, അല്ലേ? വെള്ളത്തിൻ്റെ കളറ് മാറും. സോൾട്ട് അത്രയും പ്യുവറൊന്നുമല്ല, അതിൽ കുറച്ച് ഡേർട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് ഈ സോൾട്ട് കാണാൻ സാധിക്കില്ല. സി, നമ്മുടെ വാട്ടറിൻ്റെ കളറ് മാറി, സോൾട്ടിനെ കാണാൻ കഴിയുന്നില്ല. ഇനി ടീച്ചർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ വാട്ടറിലേക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യാൻ പോവാണ്. കണ്ടോ, ഈ കോക്കനട്ട് ഓയിൽ മിക്സ് ആവുന്നുണ്ടോ വെള്ളത്തിൽ? സി വെദർ ദിസ് കോക്കനട്ട് ഓയിൽ ഈസ് ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് വാട്ടറിൽ മിക്സ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പം നമുക്ക് 4 സൊല്യൂഷൻസ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഫസ്റ്റ് വി ട്രൈ ടു മിക്സ് വാട്ടർ വിത്ത് ഗ്ലിസറിൻ, then we mixed coriander powder, then salt, and this coconut oil. Let's see the solutions. See, these are the solutions we made. First, we mixed the glycerin with water, then coriander powder adava malli podi in water, then some salt in water, then our coconut oil in water. What we can see in this, glycerin almost dissolved in water. Can we see glycerin in water? നമുക്ക് ഗ്ലിസറിനെ വെള്ളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്നാൽ നമ്മുടെ കൊറിയാൻഡർ പൗഡറിൽ ഫുള്ളായിട്ട് മിക്സ് ആയിട്ടില്ല, അതിൽ കുറച്ച് കുഞ്ഞി പാർട്ടിക്കിൾസ് ഒക്കെ കിടക്കുന്നുണ്ട്. ഇനി ഷുഗർ, നമ്മൾ സോൾട്ട് മിക്സ് ചെയ്തു ഇല്ലേ, അതിലും ഒന്നും കാണാനില്ല. നെക്സ്റ്റ് നോക്കൂ, കോക്കനട്ട് ഓയിൽ മിക്സ് ആയോ? ഇല്ല. രണ്ടായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കോക്കനട്ട് ഓയിലും മേലെയും വാട്ടർ താഴെ. അപ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ പ്രോപ്പർട്ടി ശരിയാണോ? വാട്ടർ ഡിസോൾവ്സ് ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസസ് എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ടർ എല്ലാ സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ചെയ്യില്ല. ഒരു കല്ലിട്ട് കഴിഞ്ഞ് ഇതിൽ ഡിസോൾവ് ആവുമോ? ഇല്ല.
അപ്പോൾ എല്ലാ സബ്സ്റ്റൻസിനെയും ഡിസോൾവ് ആക്കില്ല, പക്ഷെ കുറച്ച് സബ്സ്റ്റൻസിനെ ശരിക്കും ഡിസോൾവ് ആക്കും. സോ ഇന്ന് നമുക്ക് ലീനം, ലായകം, ലായനി അഥവാ സൊല്യൂട്ട്, സോൾവെന്റ്, സൊല്യൂഷൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. സോ എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് സൊല്യൂട്ട്. അതായത് നമ്മൾ വാട്ടർ എടുത്തിട്ട് വാട്ടറിൽ കുറച്ച് സോൾട്ട് ഇട്ടു. ആ സോൾട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡിസോൾവ് ആയി. സോ ഉപ്പ് അഥവാ സോൾട്ടാണ് സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഏതാണോ ലയിക്കുന്നത്, ഏതാണോ ഡിസോൾവ് ആയിട്ട് കാണാതാവുന്നത്. ഇപ്പം നമ്മൾ ടാങ്ക് കലക്കുക എന്ന് വിചാരിക്കുക. വാട്ടറിൽ ടാങ്ക് പൗഡർ കലക്കി. അപ്പോൾ ആ പൗഡർ പിന്നെ കാണുമോ? ഇല്ല, വെള്ളത്തിൽ കലങ്ങി. അപ്പോൾ ആ അലിഞ്ഞു ചേരുന്ന വസ്തുവാണ് ലീനം അഥവാ സൊല്യൂട്ട്. അപ്പോൾ ഈ ലീനം അഥവാ സൊല്യൂട്ടിനെ ആരാണോ ലയിപ്പിക്കുന്നത്, ആരാണ് ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്, അതാണ് സോൾവെൻറ്റ്. അതായത് ഇവിടെ ജലമാണ് സോൾവെൻറ്റ് അല്ലേ? വെള്ളമാണ് ആരെ ലയിപ്പിച്ചത്? നമ്മുടെ ഉപ്പിനെ അഥവാ സോൾട്ടിനെ ലയിപ്പിച്ചത്. അപ്പോൾ ഇൻ വിച്ച് സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് സോൾവെൻറ്റ്. ഏതിലാണോ ലയിക്കുന്നത് അതാണ് ലായകം. അപ്പോൾ ലീനം എന്താണ്, ലായകം എന്താണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് സൊല്യൂഷൻ അഥവാ ലായനി? അതായത് സൊല്യൂട്ടും സോൾവെൻറ്റും കൂടിച്ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് സൊല്യൂഷൻ അഥവാ ലായനി. അങ്ങനെയാണെങ്കിൽ സോൾട്ട് വാട്ടറിൽ മിക്സ് ചെയ്തു, വി ഗെറ്റ് സോൾട്ട് വാട്ടർ. അപ്പോൾ ഹൂ ഗെറ്റ്സ് ഡിസപ്പിയേർഡ്? ആരാണ് അതിൽ കാണാതാവുന്ന ആൾ? നമ്മുടെ ഉപ്പ് അഥവാ സോൾട്ട്. അപ്പോൾ സോൾട്ടാണ് അതിലെ സൊല്യൂട്ട് അഥവാ ലീനം. ആരാണ് ആ ഉപ്പിനെ ലയിപ്പിച്ചത് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യിപ്പിച്ചത്? ദാറ്റ് ഈസ് അവർ വാട്ടർ. സോ വാട്ടർ ഈസ് ദി സോൾവെൻറ്റ് അഥവാ ലായകം. ഈ ലീനവും ലായകവും കൂടിച്ചേർന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ് ലായനി. നമ്മളിവിടെ 2 സൊല്യൂഷനാണ് ഉണ്ടാക്കിയത്. ഒന്ന് ഗ്ലിസറിൻ അഥവാ ലിക്വിഡിനോട് ചേർത്തിട്ടുള്ള ഒരു സൊല്യൂഷനും സോൾട്ട് അതായത് സോളിഡ് ലിക്വിഡിനോട് ചേർന്നിട്ടുള്ള ഒരു സൊല്യൂഷനുമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ രണ്ടിലും ഡിസോൾവ് ആയി പോയിട്ടുള്ളത് ആരൊക്കെയായിരുന്നു? ഒരു ഗ്ലാസ്സിൽ ഗ്ലിസറിനാണ് ഡിസോൾവ് ആയത്, രണ്ടാമത്തെ ഗ്ലാസ്സിൽ സോൾട്ടാണ്. സോ ഈ 2 കേസിലും നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത് അഥവാ ലീനം എന്ന് പറയുന്നത് ഗ്ലിസറിനും സോൾട്ടുമാണ്. എന്നാൽ സോൾട്ടിനെയും ഗ്ലിസറിനെയും ഡിസോൾവ് ചെയ്തത് ആരാ? ലയിപ്പിച്ച് കളഞ്ഞത് ആരാ? നമ്മുടെ വാട്ടറാണ്. സോ വാട്ടർ ഈസ് ദി സോൾവെൻറ്റ്. അപ്പം നമ്മളിവിടെ ഒരു ലിക്വിഡിനെയും വാട്ടറിൽ മിക്സ് ചെയ്തു, ഒരു സോളിഡായിട്ടുള്ള നമ്മുടെ സോൾട്ടിനെയും മിക്സ് ചെയ്തു. ഈ സോളിഡും ലിക്വിഡും മാത്രമാണോ വാട്ടറിൽ മിക്സ് ആവുക? അതൊന്ന് നമുക്ക് നോക്കാം. സോ വാട്ട് അബൌട്ട് സോഡ? സോഡ നമ്മൾ കുടിക്കാറില്ലേ? ഈ സോഡയിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ ഗ്യാസസ് മുകളിലേക്ക് പോകും. അതെന്താ കാരണം? അപ്പോൾ വാട്ടറിൽ എന്തോ ഒരു ഗ്യാസ് അതായത് വാതകം മിക്സായിട്ടാണ് നമുക്ക് സോഡ കിട്ടുന്നത്. സോ ജലത്തിൽ സോളിഡും ലിക്വിഡും മാത്രമല്ല ഗേഷ്യസ് ഫോംസിലുള്ള വാതകങ്ങളും, അതായത് പേജ് നമ്പർ 24 ഒരു ടേബിൾ കാണാം. ആ ടേബിളിൽ സം പാർട്സ് ആർ മിസ്സിങ്. ചില ഭാഗങ്ങൾ മിസ്സിങ് ആണ്. ചിലതിൽ ലീനം അഥവാ സൊല്യൂട്ടാണ് മിസ്സിങ്, ചിലതിൽ ലായകം അഥവാ സോൾവെൻ്റ് ആണ് മിസ്സിങ്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റത്തിൽ പഞ്ചസാര വെള്ളമാണ് ലായനി അഥവാ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത്. ഷുഗർ വാട്ടറിൽ വാട്ട് ഗെറ്റ് ഡിസോൾവ്ഡ്? എന്താണ് അതിൽ അലിയുന്നത്? ഷുഗറാണ്. സോ ഷുഗർ ഈസ് ദി സൊല്യൂട്ട്. ദെൻ ആരാണ് അലിയിപ്പിക്കുന്നത്? അത് ജലം അഥവാ വാട്ടറാണ്. സോ ആ സൊല്യൂഷൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് സോഡയുടെ കേസിൽ വാട്ടർ നമുക്ക് കാണാൻ സാധിക്കും. ബബിൾസ്, എയർ ബബിൾസ് കാണാം അല്ലേ നമ്മൾ സോഡ കുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ വാട്ടർ നമ്മുടെ സോൾവെൻ്റ് ആയിരിക്കും, അതായത് അലിയിപ്പിക്കുന്ന വസ്തു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സൊല്യൂട്ട് അഥവാ ലീനം? അത് കാർബൺ ഡൈ ഓക്സൈഡാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ അഥവാ തുരിശിലായനി അഥവാ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ സൾഫേറ്റ് ആണ് അലിഞ്ഞു ചേരുന്നത്. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ഈസ് ദി സൊല്യൂട്ട് അഥവാ ലീനം. ലായകം എന്ന് പറഞ്ഞാൽ ജലമാണ്. ഇനി പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ, അതിൽ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആണ് നമ്മുടെ ലീനം അഥവാ സൊല്യൂട്ട്. ലായകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടറാണ്.
സോ ഈ ഒരു ടേബിൾ അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി വാട്ടർ ഡിസോൾവ്സ് ഓൾമോസ്റ്റ് ഓൾ തിങ്സ്. ഒരുവിധം എല്ലാ സാധനങ്ങളെയും, ഇപ്പോൾ കല്ല്, മണൽ എന്നിവ അലിയിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഈ കണ്ട ഒരുവിധം സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ അതിനെ അലിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ നമ്മുടെ വാട്ടറിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻറ്റ്. എന്താണ് അപ്പോൾ യൂണിവേഴ്സൽ സോൾവെൻറ്റ്? വാട്ടർ ക്യാൻ ഡിസോൾവ് ഓൾമോസ്റ്റ് ഓൾ സബ്സ്റ്റൻസസ് ഇൻ ദിസ് വേൾഡ് അല്ലേ? സോ അതുകൊണ്ട്, അതായത് കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. സോ വാട്ടർ ഈസ് കോൾഡ് ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ് അഥവാ സാർവിക ലായകം. സോ ഇന്ന് നമ്മൾ പഠിച്ചത് വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കളും വെള്ളത്തിൽ അലിയാത്ത വസ്തുക്കളും ഉണ്ടെന്നാണ്. അതായത് വെള്ളത്തിൽ അലിയുന്ന, അതായത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന സബ്സ്റ്റൻസസിൽ നമുക്ക് വി ക്യാൻ ഫൈൻഡ് ലിക്വിഡ്, സോളിഡ് ആൻഡ് ഗ്യാസസ്. അതായത് വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കളിൽ വാതക രൂപത്തിലുള്ള വസ്തുക്കളുണ്ട്, ഖരരൂപത്തിലുള്ള വസ്തുക്കളുണ്ട്, ദ്രാവക രൂപത്തിലുള്ള വസ്തുക്കളുണ്ട്. ദ്രാവക രൂപം അഥവാ ലിക്വിഡ് ഫോമിൽ നമ്മൾ വെള്ളത്തിൽ അലിയിച്ചത് നമ്മുടെ ഗ്ലിസറിനാണ്. ഇനി ഖരരൂപത്തിലുള്ളത് നമ്മുടെ വെള്ളത്തിൽ അലിഞ്ഞത് ഏതൊക്കെയായിരുന്നു? നമ്മുടെ സോൾട്ട്, ഷുഗറും അലിഞ്ഞു. ഇനി വാതക രൂപം അഥവാ ഗ്യാസായിട്ട് എന്താണ് പ്യുവർ വാട്ടറിൽ മിക്സ് ആയത്? അത് നമ്മുടെ സോഡ അല്ലേ? സോഡ സൊല്യൂഷനിൽ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിനോട് അല്ലെങ്കിൽ വാട്ടറിനോട് മിക്സ് ചെയ്യുമ്പോഴാണ് സോഡ കിട്ടിയത്. ഇനി നമ്മൾ പഠിച്ചു ദർ ഈസ് സൊല്യൂട്ട്, സോൾവെൻറ്റ് ആൻഡ് സൊല്യൂഷൻ. ലീനം, ലായകം, ലായിനി. എന്താണോ അലിയുന്നത്, ഇപ്പോൾ ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് അലിയുന്നു, സോ അത് ലീനം അഥവാ സൊല്യൂട്ടാണ്. ഈ ഷുഗറിനെയും സോൾട്ടിനെയും അലിയിക്കുന്ന വസ്തു വാട്ടറാണ്. സോ വാട്ടർ ഈസ് ദി സോൾവെൻറ്റ്. ആൻഡ് രണ്ടും മിക്സ് ആയാൽ, അതായത് സോൾവെൻറ്റും സൊല്യൂട്ടും ലീനവും ലായകവും മിക്സായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലായനി അഥവാ സൊല്യൂഷനാണ്. ഇനി നമ്മൾ കുറേ സൊല്യൂഷനത്തെ സോൾവെൻറ്റും സൊല്യൂട്ടും കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠിച്ചു വാട്ടർ ഈസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. അതായത് ജലം ഒരുവിധം എല്ലാ വസ്തുക്കളെയും ലയിപ്പിക്കുന്നത് കൊണ്ട് ജലത്തിന് നമ്മൾ എന്ത് പറയുന്നു? യൂണിവേഴ്സൽ സോൾവെൻറ്റ് എന്ന് പറയുന്നു. അതായത് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് അതിൽ പഞ്ചസാര അലിയിക്കാൻ നോക്കുക, അലിയില്ല. കുറച്ച് കെറോസിൻ അഥവാ മണ്ണെണ്ണ ഇട്ടിട്ട് അതിൽ കുറച്ച് കൽക്കണ്ടോ ശർക്കരയൊക്കെ അലിയിക്കാൻ നോക്കുക, ഇല്ല. നമ്മുടെ വാട്ടർ ഡിസോൾവ് ചെയ്യിക്കുന്ന പോലെ ഈ പറയുന്ന മെറ്റീരിയൽസ് ബാക്കിയുള്ള സബ്സ്റ്റൻസിനെ ഡിസോൾവ് ചെയ്യിക്കില്ല. അതുകൊണ്ടാണ് വാട്ടർ ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ സോൾവെൻറ്റ്. താങ്ക് യു.